Watch full episodes on Jio Hotstar. ഇത് ടോണി ടർണേജോയുടെ കാറാ. അവന് ഈ സ്കൂളിലെ പുതിയ സ്റ്റുഡന്റാ. ഭയങ്കര കോടീശ്വരനാ. നിങ്ങൾ വേഗം ക്ലാസ്സിലേക്ക് ചെല്ലേ. അവൻ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തോണ്ടിരിക്കുക. നിങ്ങൾ വേഗം ചെയ്താൽ നിങ്ങൾക്കും കിട്ടും. ഇത് ചീറ്റിങ്ങാ. അവൻ ചോക്ലേറ്റ് കൊടുത്ത് അവനെ തോൽപ്പിച്ചത്. അതെ അതെ, ഇവൻ വലിയ ചീറ്റർ തന്നെയാണ് രവ. അങ്ങനെയാണോ? എന്നാ വാ നമുക്കൊരു കൈ നോക്കാം. ചോക്ലേറ്റ് മേടിക്കാതെ നീ എന്നെ തോൽപ്പിക്കേ. കമോൺ. എനിക്കൊന്നും നിന്റെ അടുത്ത് കളിക്കൊന്നും വേണ്ട. ഞാൻ എവിടെ പഠിക്കാനാ വരുന്നത്, അല്ലാതെ നിന്നെ പോലെ കളിക്കാനല്ല. നോക്കൂ ഫ്രണ്ട്സ്, ഇവൻ പേടിച്ചു പോയിട്ടോ. ഇവൻ എന്റെ അടുത്ത് ഇപ്പൊ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ തലയ്ക്ക് ശരിക്കും കൊട്ടുന്നവർക്ക് ഞാൻ ഈ ചോക്ലേറ്റ് മുഴുവനും കൊടുക്കുന്നതായിരിക്കും. അതെ, എല്ലാവരുടെയും കൊട്ടു മേടിക്കുന്നതിനേക്കാളും നല്ലത് അവനായിട്ട് കളിക്കുന്നത്. ആകെ തോക്കല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. നീയാരാ? ശിവ എന്നാണ് എന്റെ പേര്. ക്ലാസ്സിൽ വരുന്നത് പഠിക്കാനായിട്ടാ, അല്ലാതെ ഇങ്ങനെ കളിക്കാനൊന്നും അല്ല. അവന് പറ, നീയായാലും കുഴപ്പമില്ല. എന്റെ അടുത്ത് മത്സരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മുമ്പിൽ വേഗം നീ തോൽവി സമ്മതിക്ക. എന്താ മനസ്സിലായോ? ശിവ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ശിവ കമോൺ, അവന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്ക്. വലിയ ആളാണെന്ന് ഇവന്റെയൊക്കെ വിചാരം. ഓക്കെ, ഒരു കാര്യത്തിന് നീ സമ്മതിച്ചാൽ ഞാൻ ഇതിന് റെഡിയാ. ഈ ഗെയിമിൽ നീ തോൽക്കാണെങ്കിൽ പിന്നെ സ്കൂളിൽ ഒരു കള്ളത്തരവും നീ കാണിച്ചു പോവരുത്. പഠിക്കാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്താ, നിനക്ക് സമ്മതാണോ? സമ്മതിച്ചിരിക്കുന്നു. ഈ ടോണി ഒരിക്കലും തോൽക്കില്ല മോനെ. കമോൺ. എന്താ പറഞ്ഞേ? ആ ശിവ എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തിയെന്നോ? നീ വിഷമിക്കട്ടെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇതാ മോനെ, ജ്യൂസ് കുടിക്കേ. എനിക്കൊന്നും ജ്യൂസ് ഒന്നും വേണ്ട. എനിക്ക് ആ ശിവയോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്തേ പറ്റൂ. അതും ഇപ്പൊ തന്നെ, പെട്ടെന്ന്. ടോണി മോനെ, ഇനി ഈ പപ്പു അങ്കിൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് മോൻ കണ്ടോ? ശിവ ഓടിക്കോ, ദേ ഒരു പോത്ത് കുത്താൻ വരുന്നു. അയ്യോ, ആകെ അബദ്ധമായല്ലോ. ആരെങ്കിലും എന്റെ ടോണി മോനെ ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. സ്കൂളിൽ പഠിക്കാൻ വന്ന പുതിയ കുട്ടി ടോണി ഇതാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. പോത്ത് അവന് കുത്താൻ വന്നു. ഇതാ നമ്മുടെ ഹീറോ ശിവ സൈക്കിളുമായി അവനെ രക്ഷപ്പെടുത്താൻ പോയിരിക്കുന്നു. പോത്ത് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ശിവ പിന്തുടരുകയാണ്. ശിവ പോത്തിന്റെ വാലിൽ പിടിക്കുന്നു. പോത്ത് സൈക്കിൾ തള്ളി താഴെയിടാൻ നോക്കി, പക്ഷെ ശിവ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാ ഇൻട്രസ്റ്റ് ആയ ഒരു കാര്യം, നമ്മുടെ ശിവയാണോ ജയിക്കുന്നത്
എന്ന്. അല്ല ശിവ സൈക്കിൾ പറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പേടിക്കണ്ട, എന്റെ കൈ പിടിച്ചോളൂ. വേണ്ട വേണ്ട, എനിക്കിതൊക്കെ പേടിയാ. ടോണി ആകെ പേടിച്ച് വിരട്ടിരിക്കുകയാണ്. ശിവ ടോണിയുടെ കയ്യിൽ പിടിക്കാൻ ആകെ പരിശ്രമിക്കുന്നു. പക്ഷെ ടോണി കൈ കൊടുക്കാതെ പേടി തൊണ്ടനായിട്ട് അവിടെ കമന്ന് കിടക്കുന്നു. അല്ല ഞാൻ എന്താണ് ഈ കാണുന്നത്? ശിവ ടോണിയുടെ കൈ പിടിച്ച് വലിച്ച് സൈക്കിളിൽ കയറ്റി ആ പോത്തിന്റെ കൊമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ പോത്ത് വളരെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഓടിയിരിക്കുന്നു. ശിവ സൈക്കിളിൽ ടോണിയുമായി ഇതാ താഴെ ഇറങ്ങുന്നു. എല്ലാരും കണ്ടോളൂ. ടോണി മോനെ ഒന്നും പറ്റില്ലല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഒരു ബുള്ള് വന്നെന്നെ എന്ത് ചെയ്യാനാ? ഞാനൊരു തമാശക്ക് വേണ്ടി അങ്ങനെ ഒച്ചയിട്ടത്. ഞാൻ ആ ബുള്ളിന്റെ പുറത്തിരുന്ന് സന്തോഷിക്കായിരുന്നു. അപ്പോഴാണോ ശിവ വന്നത്. അവൻ എന്റെ സന്തോഷം തന്നെ ഇല്ലാതാക്കി. എന്റെ സന്തോഷം ഇല്ലാതാക്കിയെന്നോ? കണ്ടില്ലേ ശിവ, ഈ ചെറുക്കന് എന്തൊരു അഹങ്കാരം പിടിച്ചവനാണെന്ന്. അവൻ നിന്നോട് താങ്ക്സ് പറയുന്നതിന് പകരം എന്തൊക്കെയാ പറഞ്ഞ നോക്കിയേ. ആ ടോണി നോക്കിയ ബുള്ള് പിന്നെയും വരുന്നു. പേടിയാവുന്നു, പേടിയാവുന്നു. ഇന്ന എന്റെ കൈ പിടിച്ചോളൂ. വേണ്ട വേണ്ട, എനിക്കിതൊക്കെ പേടിയാ. ടോണിക്കുട്ട എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇത്തവണ എന്റെ പ്ലാൻ എന്ത് ഫെയിലായി. ആ ശിവയെ ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും പോനെ. ഇനി എനിക്ക് തെറ്റ് പറ്റില്ല. പപ്പു അങ്കിൾ, ഞാനെല്ലാം കണ്ടുപിടിച്ചു. ശിവ അത്രയും മിടുക്കനാവാനുള്ള കാരണം അവന്റെ സൈക്കിൾ മാത്രമാണ്. എനിക്ക് ശിവയുടെ സൈക്കിളിനെക്കാളും നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചതാ. ഞാൻ എന്റെ ഹൈടെക് സൈക്കിൾ ഉപയോഗിച്ച് റേസ് ചെയ്ത് ആ ശിവയെ തോൽപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു ഹീറോയായി മാറും. പപ്പു അങ്കിൾ എത്രയും പെട്ടെന്ന് എനിക്കൊരു ഹൈടെക് സൈക്കിൾ മേടിച്ചതാ. എന്തായാലും ഐഡിയ കൊള്ളാം. ഇവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാച്ചടിച്ച് മാറ്റാൻ. പക്ഷേ ടോണി മോനെ, അത്തരത്തിലുള്ള സൈക്കിൾ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പണം കൊടുക്കണം. പിന്നെ എന്റെ അടുത്താണെങ്കിൽ അത്രയ്ക്ക് പണമില്ല. എനിക്കാണെങ്കിൽ ബോസിന്റെ അടുത്ത പണം ചോദിക്കാനും പറ്റില്ല. എന്തിനാ പണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും പോനെ. പപ്പു അങ്കിൾ, പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് ഡാഡി ഒരുപാട് തന്നിട്ടുണ്ട്. ഹലോ ശിവ, എന്താ നമുക്ക് സൈക്കിൾ റേസ് നടത്താം? നോ താങ്ക്സ്, എനിക്ക് റേസിനൊന്നും ഒരു താല്പര്യമില്ല. ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? എന്റെ സൈക്കിൾ കണ്ടിട്ട് ശിവയ്ക്ക് പേടി. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ശിവ തോറ്റോന്ന് പറഞ്ഞു. ഇത് നല്ല ഹൈടെക് സൈക്കിളാ. ശിവയുടേതെന്നല്ല. ആരുടെ സൈക്കിളിനും എന്റെ സൈക്കിളിനെ വെല്ലാനാവില്ല. ഹായ് ഫ്രണ്ട്സ്, ടോണിയുടെ സൈക്കിൾ വളരെ രസമുണ്ട്. എല്ലാരും ഒന്ന് കൈയടിക്കൂ. ടോണി, 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 ടോണി. ഇപ്പൊ സന്തോഷായില്ലേ? എന്തായാലും നീ ജയിച്ചിരിക്കുന്നു. വേഗം പോയി ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. പപ്പു അങ്കിൾ, ആ ശിവ എന്നോട് മത്സരിക്കാനായി റെഡി ആയില്ലെന്നേ. പിന്നെ ഞാൻ എങ്ങനെയാ ശിവയെ തരം താത്തുക? എന്റെ ടോണിക്കുട്ട, നീ എന്തിനാ വേണ്ടാതേനൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നേ? അവൻ റേസിൽ പങ്കെടുക്കുന്നേ. എന്റെ അടുത്തൊരു ഐഡിയ ഇട്ടു പോനെ. ആ മണി തുടങ്ങിക്കോ. ശിവ വേഗമ്മ, രവിയെ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രവിക്ക് എന്താ പറ്റിയത്? എങ്ങോട്ടാ പോയത്? ഹലോ ശിവ, നിന്റെ ഫ്രണ്ട് രവിയെ നീ അന്വേഷിക്കുവാണോ? രവി എന്റെ അടുത്തുണ്ട് കേട്ടോ. നിങ്ങൾ ആരാന്ന് മനസ്സിലായല്ലോ. ഞാൻ ആരായാലും നിനക്കെന്താ? നിനക്ക് നിന്റെ ഫ്രണ്ട് രവിയെ വിടിക്കണമെന്നുണ്ടെങ്കിൽ ടോണിയായിട്ട് നീ മത്സരിക്കണം. നീ മത്സരത്തിൽ ജയിച്ചാൽ മാത്രമേ ഞാൻ രവിയെ പുറത്തു വിടൂ. നീ ചെയ്യുന്നത് ശരിയല്ല. ഹലോ ഫ്രണ്ട്സ്, ശിവ എന്നോട് റേസ് ചെയ്യാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ആരും ഈ റേസ് മിസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഈ റേസ് എന്തായാലും വളരെ അടിപൊളിയായിരിക്കും. On your mark, get set, go.
പപ്പോങ്കിൾ, ആ ശിവ എന്നെ വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ ടോണിക്കുട്ട ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവന്റെ വഴി തേടാനുള്ള എല്ലാ പരിപാടികളും ഞാനിവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടതേ. നീ നിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബൈ ബൈ ശിവ. അങ്കിൾ, മര്യാദയ്ക്ക് വഴിന്ന് മാറി നിൽക്ക്. അങ്ങനെ എളുപ്പത്തിൽ വീഴാണ്ടിരിക്കാനാണ് ഞങ്ങക്ക് പണം തന്നിട്ടുള്ളത്. അറിയോ കൊച്ചേ, നിനക്കിട്ട് ശരിക്കും തരുന്നുണ്ട് ഞങ്ങള്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആ ശിവയെ ഇല്ലാതാക്കാനാ വന്ന്. അവൻ കാരണം ഇപ്പൊ നട്ടല്ലില്ലാതായി. എന്ത്? ഒരു കുട്ടിയുടെ അടുത്ത് തോറ്റതോ? അവനൊരു കുട്ടിയാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കോ കേട്ടോ. യെസ്, ഇനി ഞാനാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ജയിക്കില്ലെന്ന് തോന്നുന്നു. അങ്കിൾ, ശിവ എന്നെ വെട്ടിച്ച് മുന്നോട്ട് പോയി. ആ ഗുണ്ടകളൊക്കെ എവിടെ? ശിവ, എങ്ങനെയെങ്കിലും നീ മത്സരത്തിൽ തോറ്റേ പറ്റൂ. അഥവാ നീ തോറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ ഞാനിവിടെ വെച്ചേക്കില്ല മോനെ. നിനക്ക് അവളുടെ ഒച്ച കേൾക്കണോ? വാ കൊടുക്കാം. പറ നിന്റെ ഫ്രണ്ടിനോട് നീ ഇവിടെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണെന്ന്. ഹലോ ശിവ, റേസ് എങ്ങനെയാ പോകുന്നത്? വെരി നൈസ് റിവ. ഇങ്ങനെയല്ലല്ലോ ഞാൻ സംസാരിക്കാൻ പറഞ്ഞത്. നീ അലറിക്കഴിഞ്ഞ് ശിവയെ വിളിക്ക. നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. നീ പേടിച്ചിരിക്കുകയാണെന്ന് പറ. അങ്കിൾ, ഞാനെന്തിനാ പേടിക്കുന്നേ? ശിവയുള്ളപ്പോ എനിക്ക് ഒരിക്കലും പേടിക്കണ്ട. അങ്കിളിനാണ് ശരിക്കും പേടിക്കേണ്ടത്. അങ്കിൾ, ശിവ വരാൻ ഇനി കുറേ സമയം എടുക്കും. കുറച്ച് കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നാൽ നന്നായി. നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. പിക്നിക്കിന് വന്നിരിക്കല്ല. മിണ്ടാണ്ട് അവിടെ ഇരിക്കേ. ബൈ ശിവ, ഇനി നീ പഞ്ചര കൊട്ടിച്ചിട്ട് വന്നാ മതി കേട്ടോ. പപ്പോങ്കിൾ, ശിവ വീണ്ടും എന്റെ പിന്നാലെ വരിക. അവന്റെ ടയർ എങ്ങനെ ശരിയായെന്ന് അറിയില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ മോനെ. ആ മലയുടെ അടുത്തായിട്ട് ഒരു ചെറിയ വഴിയുണ്ട്. നീ അതിലൂടെ സൈക്കിൾ ഓടിച്ചോണ്ട് പോ. ശിവയ്ക്ക് ഒരിക്കലും ആ വഴിയിലൂടെ ക്രോസ് ചെയ്യാനാവില്ല. ആദ്യം അത് കണ്ടോ? ടോണിയുടെ സൈക്കിളും പറക്കുന്നുണ്ട്. ഓ നോ, ശിവയുടെ സൈക്കിളിന്റെ വിങ്സ് പൊട്ടിപ്പോയല്ലോ. ടോണി, ഈ റേസിൽ യാതൊരു പ്രത്യേകതയും ഇല്ല. ഇനിയെങ്കിലും പറയൂ, രേവ എവിടെയാ ഉള്ളതെന്ന്. ഞാൻ പറയില്ല. എങ്ങനെങ്കിലും ഞാൻ ജയിച്ച എന്റെ സൈക്കിൾ നമ്പർ 1 ആയതിനു ശേഷമേ പറയൂ.
ശിവ. ടയർ ഇല്ലാതെ നീ ഇനി എങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പോണ? എൻജോയ്. അവിടെ നിൽക്കൂ ടോണി. ഇല്ല. അങ്കിൾ, അങ്കിളിന്റെ കണ്ണിന് ചുറ്റിനും കറുപ്പ് വീണെന്ന് തോന്നുന്നു അങ്കിൾ. നോക്കിക്കേ. എന്റെ കണ്ണ് കറുത്തന്നോ? നീ എന്താ തമാശ പറയാണോ? എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല, പക്ഷേ കുറച്ചു കഴിയുമ്പോൾ പിന്നെ കണ്ണ് കറുത്തുന്നിരിക്കും. നോക്കിക്കേ, ശിവ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? നീ എങ്ങനെ ഇവിടെ വരെ എത്തിയത്? എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ അവസാനിപ്പിച്ച് കളയും. കുട്ടി കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്കിൾ, ഇപ്പൊ ആ കണ്ണാടി എടുത്തൊന്ന് നോക്കിക്കേ. ഒരു കാര്യം പറയാനുണ്ട്. ഐ എം സോ സോറി ശിവ. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. എന്നിട്ട് നീ എന്നെ 2 ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. യു ആർ എ ട്രൂ ഹീറോ. പിന്നെ നിന്റെ സൈക്കിളാണ് സൈക്കിളുകളിൽ നമ്പർ 1. Watch India's largest kids library only on Jio Hotstar. Download the app now.